യൂട്യൂബിൽ ഞാൻ കൂടുതൽ ചെയ്തിരുന്നത് ഡ്രസ്സുകളുടെ വീഡിയോയാണ്, മെൻസ് വെയർ പ്രോഡക്റ്റുകളാണ് നമ്മൾ സെയിൽ ചെയ്തിരുന്നത്. നമ്മുടെ ഒരു ചെറിയൊരു സൈഡ് ബിസിനസ്സാണ്. നമ്മുടെ പ്രൊഫഷൻ വരുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മിക്സി ഇതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് നമ്മളൊരു മിക്സിയുടെ റിപ്പയറിംഗ് വീഡിയോ ഇടുമെന്ന് പറഞ്ഞിരുന്നു. ആ മിക്സിയാണിത്. അപ്പോൾ ഇത് നമ്മളിത് ജസ്റ്റ് ഇതിൻ്റെ വയറൊന്ന് എ സിയിൽ കുത്തിയിട്ട് നമ്മളൊന്ന് ഓൺ ചെയ്ത് നോക്കാൻ പോകണം കേട്ടോ. ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, എ സി ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നോബ് ഒന്ന് തിരിച്ചു വെക്കണം. ഒരു രക്ഷയില്ല. കസ്റ്റമർ പറഞ്ഞത് ഇന്നലെ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് ഉള്ളിൽ നിന്ന് പുക വന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് അഴിച്ചു നോക്കാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് കവറിലുള്ള സ്ക്രൂ വരുന്നത് 6 സ്ക്രൂ ആണ് വരുന്നത് കേട്ടോ. ഒട്ടുമിക്ക മിക്സികളുടെ സ്ക്രൂ വരുന്നത് 6 തന്നെയാണ് വരുന്നത്. അപ്പോൾ അഴിച്ച് നോക്കട്ടെ നമ്മൾ. അപ്പോൾ നമ്മൾ ഈ മിക്സിയുടെ സ്ക്രൂ ഒക്കെ അഴിച്ചു. ഇനിയിപ്പോൾ ഇതിൻ്റെ കവറൊന്ന് തുറന്നു നോക്കാം നമുക്ക്. കവർ തുറന്നു നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗമാണ് കാണുന്നത്, കണ്ടോ. ഇത് മിക്സിയുടെ മോട്ടറാണ് വരുന്നത്. പിന്നെ ഇത് കാണുന്നത് മിക്സിയുടെ ഓവർലോഡ് സ്വിച്ചാണ്. ഓവർലോഡ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പുറത്ത് ഓവർലോഡ് ആയി കഴിഞ്ഞാൽ, അതായത് മിക്സിയിൽ എന്തെങ്കിലുമൊക്കെ അരയ്ക്കുമ്പോൾ ഓവർലോഡായിട്ട് നമ്മൾ ഓവർലോഡ് സ്വിച്ച് അമർത്തുന്ന പറഞ്ഞിട്ടില്ലേ, അതിൻ്റെ ബാക്ക് ഭാഗമാണ് കവറിൻ്റെ ഉള്ളിൽ കാണുന്നത്, ഈ ഭാഗം. ഓക്കെ, ഇതിപ്പോൾ എന്താ കംപ്ലൈൻറ്റ് എന്നുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, കണ്ടില്ലേ മിക്സിയുടെ ഉൾഭാഗം കണ്ടില്ലേ, ഇങ്ങനെയാണ് ഉൾഭാഗം വരുന്നത്, കണ്ടില്ലേ. ഇതിൻ്റെ ഉള്ളിലൊരു വരുന്നത് ആർമേച്ചറാണ്, കണ്ടോ. ആർമേച്ചർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ബുഷ് വരുന്നുണ്ട്, അതിൻ്റെ ഫ്രണ്ടിലൊരു ബുഷ്, 2 ബുഷുകളാണ് വരുന്നത്. ഓക്കെ, ഇതതിൻ്റെ കോറാണ് വരുന്നത്. ഇതിൻ്റെ സൈഡിൽ വേറൊരു കോപ്പർ വെച്ചിട്ടുള്ള ഒരു കോറുണ്ടാവും. അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന കോപ്പറൊക്കെ വെച്ച് 2 സൈഡിലും സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള കോയിൽ ചുറ്റിയിട്ടുണ്ടാവും കോറുമ. അതുകൊണ്ടാണ്ട് അതിൻ്റെ ഉള്ളിലൊരു ആർമേച്ചർ ഉണ്ടാവും, മിക്സിയിൽ ഒരു ആർമേച്ചർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഡിജിറ്റൽ മീറ്ററിൽ നമുക്കൊന്ന് വയറും അതേപോലെ ഈ ഓവർലോഡ് സ്വിച്ചുകളൊക്കെ, അതായത് മിക്സിയിലെ ഓവർലോഡ് സ്വിച്ചൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇതിൻ്റെ കവറൊന്ന് അഴിച്ച് മാറ്റാം, നമുക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. വയറിൻ്റെ ഭാഗം അഴിച്ച്, അപ്പോൾ അതിന് നമ്മൾ ഓവർലോഡിൻ്റെ സ്വിച്ച് എടുത്തു. ഇതാണ് ഓവർലോഡിൻ്റെ സ്വിച്ച് വരുന്നത്. അപ്പോൾ നമുക്ക് മീറ്ററിൽ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനത് കണ്ടിന്യൂറ്റിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ടിന്യൂറ്റിയിൽ ഇട്ട് വയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിജിറ്റൽ മീറ്ററിൽ ഡയോഡ് ഓപ്ഷനിൽ കണ്ടോ, ഇതാണ് ഡയോഡ് ഓപ്ഷൻ. ഡയോഡിൽ ഇട്ടിട്ട് നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ മീറ്ററിൽ ബീപ്പ് അടിക്കും, കേട്ടോ. അപ്പോൾ കണ്ടിന്യൂറ്റി ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് വയർ ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ വയർ ചെക്ക് ചെയ്യാം. വയറത്തിൽ ഹാർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കസ്റ്റമർ എന്തായാലും തന്നപ്പോൾ പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുക വന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്കൊന്ന് നോക്കി നോക്കാം. ആദ്യം തന്നെ വയറൊന്ന് ചെക്ക് ചെയ്യാം. വയർ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ വയറിൻ്റെ ഈ ടൂപ്പിനിൽ ഒരു ലെഗിൽ നമ്മൾ മീറ്ററിൻ്റെ ഒരു പ്രോബ് വെച്ചിട്ട് ഇതിൽ വയർ വന്നിരിക്കുന്നത് AC വയർ വന്നിരിക്കുന്നത്, ഡയറക്റ്റ് ഒരെണ്ണം വന്നിരിക്കുന്നത് ഓവർലോഡിൻ്റെ സ്വിച്ചിലേക്കാണ് വന്നിരിക്കുന്നത്. ഓവർലോഡിൻ്റെ സ്വിച്ചിൽ നമുക്ക് എന്നിട്ട് മറ്റേ വയർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഈ അറ്റം തന്നെയാണോ ഇതിലേക്ക് വന്നതെന്നുള്ളതും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ ലെഗിലേക്ക് ഒന്ന് നമുക്ക് ആ പ്രോബ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഓവർലോഡിൻ്റെ സ്വിച്ചിൽ ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. ഇല്ല, വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഏതാണ്ട് വയർ കംപ്ലൈൻ്റ് ആണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും നിങ്ങൾക്കൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാനൊന്നുകൂടി കാണിച്ചു തരാം. നമുക്ക് ഇനി ഓവർലോഡിൻ്റെ സ്വിച്ച് ഒന്ന് നോക്കി നോക്കാം. ഓവർലോഡിൻ്റെ സ്വിച്ചിലേക്ക് നമ്മൾ 2 ലെഗ് ഉണ്ടാവും. ഓവർലോഡിൻ്റെ സ്വിച്ച് കണ്ട ഇതിങ്ങനെ പിടിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് കേട്ടോ, ലെഗാണ്. ഞാൻ പ്ലേ റൗണ്ട് ഒന്ന് പിടിച്ച് കാണിച്ചു തരാം, കണ്ടോ. അപ്പോൾ ഓവർലോഡിൻ്റെ സ്വിച്ച് നമ്മൾ അഴിച്ചിട്ടുണ്ട്, ഇത് കണ്ടില്ലേ. അപ്പോൾ ഓവർലോഡിൻ്റെ സ്വിച്ച് വർക്കിംഗ് ആണ്. കണ്ടോ, മീറ്ററിൽ വർക്കിംഗ് ആണ്. ഓവർലോഡിൻ്റെ സ്വിച്ച് ഓക്കെയാണ്. അപ്പോൾ ഓവർലോഡിൻ്റെ സ്വിച്ച് കുഴപ്പമില്ല. ഇനി നമുക്ക് വയറ് നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ളതാണ്, എന്നാലും നമുക്ക് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാം.
ഇതിപ്പോൾ ഇതിൻ്റെ ഒരു കണക്ടറും നമ്മൾ ഇതിലേക്ക് ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പുറത്തെ ബട്ടണിലേക്ക് ഇത് രണ്ടെണ്ണം എ സിയുടെ ഇത് വരുന്നത്. ഒരെണ്ണം പോകുന്നത് റോട്ടർ സ്വിച്ചിലേക്കാണ്. റോട്ടർ സ്വിച്ച് മനസ്സിലായി? റോട്ടർ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്കാണ് പോകുന്നത്. റോട്ടർ സ്വിച്ചിലേക്കാണ് എ സിയുടെ ഒരു വയർ പോകുന്നത്. കണ്ടോ, എ സിയിൽ കണക്ട് ചെയ്തിട്ടുള്ള കണ്ടോ എ സി വയർ വന്നിട്ടുള്ളത് ഒരെണ്ണം റോട്ടർ സ്വിച്ചിലേക്കാണ് പോയിട്ടുള്ളത്. അതായത് ഞാൻ കൂടി വ്യക്തമാക്കി തരാം. ഈ വയർ കണ്ടോ, ഈ വയർ റോട്ടർ സ്വിച്ചിലേക്കാണ് പോകുന്നതാണ്. ഇതിലേക്ക് നേരിട്ട് കൊടുത്തിരിക്കുകയാണ്. കണ്ടോ, ഇതിലേക്ക് കൊടുത്തിരിക്കുകയാണ് ഒരു വയർ. അപ്പോൾ നമുക്ക് ഇതൊന്ന് നമുക്ക് മീറ്ററിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു വയർ ഇതും ഒരെണ്ണം ന്യൂട്രലായിട്ട് കൊടുക്കുന്നത് ഈ വയറും. കണ്ടില്ലേ? മനസ്സിലാവാത്ത കാര്യം ചോദിക്കട്ടോ, കമൻസിൽ ചോദിച്ചോളൂ. കണ്ടോ, വ്യക്തമായോ? ഒരെണ്ണം ഈ മോട്ടറിലേക്ക് പോയിട്ടുള്ള 2 വയറിൽ ഒരെണ്ണം ലിങ്ക് ചെയ്തിട്ട് അത് ന്യൂട്രാക്കിയേക്കണം. ഒരെണ്ണം ഈ വയറാണ്. കണ്ടോ, റൊട്ടേറ്റ് ചെയ്ത് അതായത് സ്പീഡിലേക്ക് പോയിരിക്കുകയാണ്, റോട്ടർ സ്വിച്ചിലേക്ക് പോയിരിക്കുകയാണ്. കണ്ടോ, അതിൻ്റെ ലെഗുകളാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മീറ്ററിൻ്റെ പ്രോബ് വെച്ചിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഒരെണ്ണം ഞാനൊരു പ്രോബ് ഇതിലേക്ക് കൊടുത്തു. അതായത് റോട്ടർ സ്വിച്ചിലേക്ക് പോയിരിക്കുന്ന വയറിലേക്ക് ഒരു ഡിജിറ്റൽ മീറ്ററിൻ്റെ ഒരു പ്രോബ്, അതായത് നെഗറ്റീവ് പ്രോബ് ഞാൻ അതിലേക്ക് കൊടുത്തു. അടുത്ത വയർ ഇതാണ് വരുന്നത്. അടുത്ത വയറിലേക്ക് ഞാൻ ഈ വയറും കൊടുത്തു, അതായത് പോസിറ്റീവ് പ്രോബ് കൊടുത്തു. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല. മിക്സിയുടെ റെസിസ്റ്റൻസ് വരുന്നത് ഇത്തിരി കൂടുതലായിരിക്കും. നമുക്കൊന്ന് ആ നമുക്കൊന്ന് തിരിച്ച് നോക്കാം, ഏതിലേക്കാണ് അതിൻ്റെ റെസിസ്റ്റൻസ് അളവ് വരണേ നോക്കാം. നമ്മൾ ഡയോഡിൽ നിന്ന് 200ലേക്ക് ഇട്ടു, ഓംസിലേക്ക് ഇട്ടിട്ട് കാര്യമില്ല. മിക്കതും അത് കിലോംസ് ആവാനും സാധ്യത. 2000ലേക്ക് ഇട്ടു, അതായത് 2000ലേക്ക് ഇട്ടു, 2000ലേക്കും ഇട്ടിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല. നമുക്കിനി 20K ഇട്ട് നോക്കാം. കണ്ടോ, 20K ഇട്ടപ്പോൾ അവിടെ വർക്കിംഗ് കാണിക്കുന്നുണ്ട്, മീറ്റർ വർക്കിംഗ് കാണിക്കുന്നുണ്ട്. കണ്ടോ, മീറ്ററിൽ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. ശരിക്കും കറക്റ്റ് കണ്ടിന്യൂറ്റി കാണിക്കാനായിട്ട് ഇതൊന്ന് ടെസ്റ്റ് ചെയ്തു. മറ്റൊരു കാര്യം, നമ്മളിത് ഒന്ന് റൊട്ടേഷൻ തിരിച്ചിടണം. അപ്പോഴാണ്, അല്ലെങ്കിൽ നമ്മളിത് ഓഫ് ചെയ്ത് ഇരിക്കുന്ന ആ ലെവലിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റർ റീഡ് ചെയ്യില്ല. അതായത് ഒരു സ്പീഡെങ്കിലും നമ്മൾ ഓൺ ചെയ്ത് വെച്ചാലാണ് അതിലേക്ക് കണ്ടിന്യൂറ്റി കാണിക്കുന്നുള്ളൂ. ഇനി നമുക്ക് കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാം. മീറ്ററിലോ നോക്കിയോളൂ കേട്ടോ. അപ്പോൾ നമ്മളൊരു പ്രോബ് ഇതിലേക്ക് കൊടുത്തു, ഒരെണ്ണം ഇതിലേക്കും കൊടുത്തു. കണ്ടോ, മീറ്ററിൽ റീഡിങ് കാണിക്കുന്നുണ്ടോ? ഓക്കെ, ഇനി നമുക്കത് ഓംസിലേക്കും തിരിച്ചിട്ട് നോക്കാം, ഡയോഡിലേക്കൊക്കെ തിരിച്ചിട്ട് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞത് ശരിയാണോ എന്നും കൂടി നോക്കട്ടെ. ഓക്കെ, അപ്പോൾ അത് കറക്റ്റാണ്. കണ്ട, കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. ഞാനത് കിലോംസ് ചില മിക്സികളിൽ കിലോംസ് ആവുമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത് നേരത്തെ. ഇതിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഡീപ്പ് അടിക്കുന്നു കണ്ടോ. അപ്പോൾ ഇത് കറക്റ്റായി. അപ്പോൾ വയർ തന്നെയാണ് അതിൻ്റെ മെയിൻ കംപ്ലയിൻറ്റ്. അപ്പോൾ നമുക്ക് വേറൊരു സ്പെയർ വയർ ഇട്ടിട്ട് നമുക്കൊന്ന് കൊടുത്തിട്ട് ഓൺ ആവുമോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനൊരു മറ്റൊരു വയർ എടുക്കട്ടെ. അപ്പോൾ വേറൊരു വയർ ഞാൻ എടുത്തിട്ടുണ്ട്, സ്പെയർ വയർ വേറെ എടുത്തിട്ടുണ്ട്. അത് താൽക്കാലികമായിട്ട് ചെക്ക് ചെയ്യാനാണ്. മിക്സിക്ക് ഇപ്പോൾ നമ്മൾ ഗ്രാമ്പിയർ കൂടിയ വയർ നമ്മൾ മേടിച്ചിടണം. ഇതിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി TV ചെക്കിങ്ങിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന വയറാണ്. ഓക്കെ, ഒരെണ്ണം നമ്മൾ ഈ ലെഗിലേക്ക് കൊടുത്തു, ഒരെണ്ണം ഏതിലേക്ക് കൊടുക്കണം? ഈ ലെഗിലേക്ക് കൊടുക്കണം. നമ്മൾ AC വയർ കൊടുത്ത് ആ വയറുകൾ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, സ്വിച്ചിൽ ഈ സ്വിച്ച് ഓൺ ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് മെയിൻ സ്വിച്ച് ബോർഡിലേക്ക് വയറൊന്ന് കൊടുത്തിട്ട് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനൊരു സ്വിച്ച് ബോർഡിലേക്ക് കൊടുക്കാൻ പോകണം. വയറൊന്ന് കൊടുക്കട്ടെ. അപ്പോൾ അങ്ങനെ വയറുകളൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഈ ലെഗിലേക്കാണ് കൊടുത്ത് വെച്ചിരിക്കുന്നത്, ഒരെണ്ണം താഴത്തുള്ള ലെഗിലേക്കും കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, വയറൊന്ന് മാറ്റി നമ്മൾ പിടിച്ചു, മറ്റേ വയർ പിടിച്ചിട്ടേക്കാണ്. കണ്ടില്ലേ, താഴത്ത് നമ്മൾ മറ്റേ വയർ വിടിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ കാര്യം വ്യക്തമായാലും നമ്മൾ 2 വയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. AC വയർ ഇവിടെ നിന്ന് മാറ്റിയിട്ട്, അതായത്
മിക്സിയിൽ നിന്ന് വന്നിട്ടുള്ള AC വയർ കൊടുക്കുന്നിടത്ത് ഒരു വയർ നമ്മൾ ഈ ലെഗിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു വയർ ഇപ്പോൾ ഞാൻ സ്പെയർ ആയിട്ട് എടുത്ത വയറിൻ്റെ ഒരു വയർ എടുത്തിട്ട് നേരത്തെ കാണിച്ച് തന്നിരിക്കുന്ന ലിങ്ക് ഇതിലേക്ക് ലിങ്ക് ചെയ്തിരിക്കുന്ന ആ വയറിലേക്കും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഓൺ ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് ഓൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കത് കറങ്ങുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, കസ്റ്റമർ നമ്മളോട് പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു പുക വന്നു, ഒരു സൗണ്ടോട് കൂടിയിട്ടുള്ളൊരു പുക വന്നെന്ന് പറഞ്ഞത്. അപ്പോൾ അത് വയർ ഷോർട്ടായിട്ട് പോയതാകാനാണ് സാധ്യത. അപ്പോൾ തന്നെ പെട്ടെന്നൊരു വോൾട്ടേജ് വേരിയേഷൻ വന്നിട്ട് ഷോർട്ട് സർക്യൂട്ട് വന്നേക്കുന്നതാണ്. അതുകൊണ്ട് അപ്പോൾ ആ സമയത്തൊരു പുക വന്നതായിരിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്, വീഡിയോകൾ മാത്രമേ കണ്ടുപോകുള്ളൂ. അപ്പോൾ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാനായിട്ട് വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം, അതും ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോ ഞാൻ പിന്നെ വരാം.